Hello everyone, welcome to another video. So in this video, നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് എക്സംഷൻ എന്ന ചാപ്റ്റർ എങ്ങനെ പഠിക്കണം എന്നതിനെ പറ്റിയാണ്. സോ ബേസിക്കലി ഈ ചാപ്റ്റർ അത്യാവശ്യം നല്ല രീതിയിൽ എക്സാമിന് ചോദിക്കും. പല അതർ ചാപ്റ്റേഴ്സ് ലൈക്ക് ആർസിഎം ഒക്കെ ലിങ്ക് ചെയ്ത് ഈ എക്സംഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത് നല്ല കറക്റ്റ് രീതിയിൽ പഠിച്ചില്ലെങ്കിൽ ഈ ചാപ്റ്ററിനെ മാത്രമല്ല എൻ്റയർ സബ്ജക്റ്റിനെ തന്നെ ഇത് ബാധിക്കും. സോ ഫസ്റ്റ് തിങ് ഈസ് ഡോണ്ട് മഗ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. കാരണം മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് വാട്ട് ദേ ഡു, അവരിത് കാണാപ്പാടം പഠിക്കാൻ ശ്രമിക്കും. എന്നിട്ട് എന്ത് സംഭവിക്കും? ഇത് എല്ലാം ഓർത്തിരിക്കത്തുമില്ല. ഇത് കാണാപ്പാടം പഠിച്ച് കുറേ ടൈം കളയുകയും ചെയ്യും. സോ അങ്ങനെ അത് ഓർത്തിരിക്കാണ്ടിരിക്കുമ്പോൾ അവർ ഡെസ്പാവുകയും ചെയ്യും. പിന്നെ മൊത്തത്തിൽ GST കുളവാകും. സോ ഇത് ചെയ്യേണ്ട രീതി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ടൈം റിവൈസ് ചെയ്യണം. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം. പക്ഷെ അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുക്കിൽ നിന്ന് റിവൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏത് പഠിക്കാൻ തുടങ്ങുന്നു ആ ഒരൊറ്റ ബുക്കിൽ നിന്ന് നിങ്ങൾ റിവൈസ് ചെയ്യുക. എക്സാമിന് മുമ്പ് ഒരു 3-4 തവണ റിവൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാപ്പാടം പഠിക്കുകയല്ല, ജസ്റ്റ് വായിച്ചു വിടുക. എന്നിട്ട് മനസ്സിലാക്കി പോവുക. ഇന്ന സംഭവമാണ് ഇതിൽ സംഭവിക്കുന്നത്, ഇന്ന എക്സംഷനാണ്, ഇന്ന പാർട്ടിയാണ് എന്നുള്ള കാര്യം ഒന്ന് വായിച്ചങ്ങ് പോവുക. അതൊരു 4 തവണ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നെ അത് നോക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വരുമ്പോൾ ഇത് ഇന്ന എക്സംഷനാണ്, ഇന്ന കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. സോ അത്രയും കാര്യം നിങ്ങൾ ചെയ്താൽ മതി, കാണാപ്പാടം പഠിക്കാൻ ഒരിക്കലും പോകില്ല. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് മോണിറ്ററി ലിമിറ്റ്സ്. ചില എക്സംഷനിൽ പറഞ്ഞിട്ടുണ്ട് ഇത്ര എമൗണ്ട് വരെയേ നിങ്ങൾക്ക് എക്സംഷൻ തരത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന ചില സർവീസുകൾ എക്സംപ്റ്റഡ് ആണ്. അതിലൊന്നാണ് റൂം റെന്റിന് കൊടുക്കുന്നത്. ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ റൂം റെന്റിന് കൊടുക്കുകയാണെങ്കിൽ ഇഫ് ദ എമൗണ്ട്, അതായത് പൈസ ലെസ് ദാൻ 1000 ആണെങ്കിൽ പെർ ഡേ എന്താണ്, അത് എക്സംപ്റ്റഡ് ആയിരിക്കും. സോ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ചോദിക്കും ചാരിറ്റബിൾ ട്രസ്റ്റ് റൂം റെന്റിന് കൊടുത്തു, അതിന് ഡെയിലി റെന്റ് എന്ന് പറയുന്നത് 1000 rupees ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയും. അപ്പം നിങ്ങളിത് എന്ത് സംഭവിക്കും? നിങ്ങൾ ജസ്റ്റ് വായിച്ചു വിടുമ്പോൾ എവിടെയോ ഒരു 1000 കണ്ട പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ ഇത് എക്സംപ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ എഴുതി വെക്കും. പക്ഷെ എന്താണ്, അതിന് എക്സംഷൻ ഇല്ല. 999 രൂപ വരെയേ ഉള്ളൂ എക്സംഷൻ. സോ മോണിറ്ററി ലിമിറ്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നോട്ട് ചെയ്യുക. നിങ്ങൾ പഠിക്കുന്ന നോട്ടിൻ്റെ ഇപ്പുറേ ആ എമൗണ്ട് കറക്റ്റ് അപ് ടു ആണോ ലെസ് ദാൻ ആണോ എന്ന് എഴുതി വെക്കുക. അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു പേപ്പർ എടുത്തിട്ട് ആ കറക്റ്റ് ആ എക്സംഷൻ ഇന്ന മോണിറ്ററി ലിമിറ്റ്സ് മാത്രം എഴുതി അങ്ങ് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ഡേ അത് റിവൈസ് ചെയ്യാൻ പറ്റും. രണ്ടാമത് ടു ഓർ ഫ്രം, ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം. ഈ ചാരിറ്റബിൾ ട്രസ്റ്റിനെ എടുക്കുക. ചാരിറ്റബിൾ ട്രസ്റ്റ് കൊടുക്കുന്ന സർവീസും ഉണ്ട്, ചാരിറ്റബിൾ ട്രസ്റ്റിന് കൊടുക്കുന്ന സർവീസും ഉണ്ട്. ഇതിൽ ഏതാ എക്സംപ്റ്റഡ്? ചാരിറ്റബിൾ ട്രസ്റ്റ് കൊടുക്കുന്ന സർവീസുകളാണ്. സോ ചാരിറ്റബിൾ ട്രസ്റ്റിന് ഒരു ഇൻഡിവിജ്വൽ ഇപ്പം ഇന്ന കാര്യം ചെയ്തു കൊടുത്തു, പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റിന് ഇന്ന കാര്യം ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സംഷൻ ഉണ്ടോ? ഇല്ല. അപ്പം നിങ്ങളത് ശ്രദ്ധിച്ച് വായിച്ച് ടു ഓർ ഫ്രം, ആരുടെ അടുത്തു നിന്നാണ്, ആർക്കാണ് എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചു പോകണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പൊ ഈ 2 കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് തറവായിട്ട് അറിഞ്ഞിരിക്കണം ഓരോ എക്സാംഷൻ. മൂന്നാമത്തെ കാര്യമാണ് ലിങ്കേജ്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു A4 പേപ്പർ വല്ലതും എടുത്തിട്ട്, ഫോർ എക്സാമ്പിൾ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് നൽകുന്ന സർവീസുകൾ, പിന്നെ റെന്റിങ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, റെന്റിങ് ഓഫ് മോട്ടോർ വെഹിക്കിൾ, ഇങ്ങനെയുള്ള എക്സംഷനുകൾ. അതായത് അതിന് RCMഉം എക്സംഷനും വരാൻ ചാൻസ് ഉള്ള പാർട്ടികളുടെ സർവീസുകളുണ്ടല്ലോ, അതിന് ഓരോ ചാർട്ട് ഉണ്ടാക്കി വെക്കുക. അതൊരു 5-6 ചാർട്ടേ കാണുള്ളൂ. ഈ ചാർട്ട് കറക്റ്റായിട്ട് നിങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം ഹാളിൽ ചെല്ലുന്ന സമയത്ത് പെട്ടെന്ന് ഡൗട്ട് അടിക്കും, ഇത് RCM ആണോ അത് എക്സംപ്റ്റഡ് ആണോ. അവിടെ നിങ്ങളത് തെറ്റിക്കുകയും ചെയ്യും, പാനിക്കാവുകയും ചെയ്യും. സോ സ്ട്രക്ചേർഡ് ആയിട്ട് ഇങ്ങനെ ചാർട്ട് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ RCM ഓർത്തിരിക്കും, അപ്പോൾ തന്നെ എക്സംഷൻ ഓർത്തിരിക്കും. അങ്ങനെ ലിങ്ക് ചെയ്ത് നിങ്ങൾ GST പഠിക്കാൻ ശ്രമിക്കുക, എസ്പെഷ്യലി എക്സംഷൻ.
നാലാമത്തെ കാര്യമാണ് എക്സാമിന് വരുന്ന സമയത്ത് ഫസ്റ്റ് തിങ് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ RCMനും എക്സാമിനും വന്ന നോട്ടിഫിക്കേഷൻ ഉണ്ട് 2017 എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഉണ്ട്. ആ നോട്ടിഫിക്കേഷൻ ഓർത്തിരിക്കുക. എന്നിട്ട് എക്സംഷൻ എഴുതുന്ന സമയത്ത് ഈ നോട്ടിഫിക്കേഷൻ നമ്പർ റെഫറൻസ് എഴുതുക. അങ്ങനെ വരുമ്പോൾ കൂടുതൽ മാർക്ക് കിട്ടുമെന്നല്ല, കിട്ടത്തില്ല. പക്ഷെ സംഭവിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു മൂളയുണ്ടെന്നുള്ളത് ആർക്ക് മനസ്സിലാവും? ഈ നോക്കുന്ന ആൾക്ക് മനസ്സിലാവും. പിന്നെ 1, 2, 3 എക്സംഷനകത്ത് ഒരു ടെക്നിക്കൽ ടേംസ് ഉണ്ട്. അതായത് ഈ ഡോക്ടർമാർ നൽകുന്ന സർജറികൾ, അതായത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ചില ടേംസ് ഉണ്ട്. ടേംസ് നിങ്ങൾ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. അത് അവിടെ തന്നെ അങ്ങ് എഴുതി വെക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മാർക്ക് കിട്ടും. അത് വളരെ ചുരുക്കം ടൈംസേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, മോണിറ്ററി എലിമെന്റ്സ് കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. ലെസ് ദാൻ ആണോ അത് അപ് ടു ആണോ എന്നുള്ളത്, ആർക്കെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ലിങ്ക് ചെയ്ത് പഠിക്കുക. ഇത് ഒരു കുറച്ച് ടൈംസ് മാത്രം, ഒരു 2-3 ടൈംസേ ഉള്ളൂ. ആ ടൈംസ് മാത്രം നിങ്ങൾ കാണപ്പാട് ഓർത്തിരിക്കുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അതിന് കറക്റ്റ് ആ ടൈംസ് യൂസ് ചെയ്യുമ്പോൾ നോക്കുന്ന വ്യക്തി അയാളുടെ നമ്മുടെ ആൻസർ കീ ആയിട്ട് നോക്കുമ്പോൾ കറക്റ്റ് എക്സാക്റ്റ് വരുമ്പോൾ ദേ ഗെറ്റ് ആൻ ഇംപ്രഷൻ, യു നോ സംതിങ് എന്നുള്ളൊരു സംഭവം. മറ്റു പേപ്പറുകളെക്കാളും നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു അഡ്വാൻറ്റേജ് കിട്ടും. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എക്സാമിന് കയറി കഴിഞ്ഞാൽ പ്രസൻസ് ഓഫ് മൈൻഡ്. നിങ്ങളൊരു എക്സംഷൻ കണ്ടു കഴിഞ്ഞാൽ ചടുവടെ എക്സംഷൻ എന്ന് എഴുതാതെ ഫസ്റ്റ് സ്ട്രക്ചേർഡ് ആയിട്ട് ചിന്തിക്കുക. അതായത് അതിൻ്റെ അകത്ത് മോണിറ്ററി ലിമിറ്റ്സ് വരുന്നുണ്ടോ, ആ മോണിറ്ററി ലിമിറ്റ്സ് അപ് ടു ആണോ ലെസ് ദാൻ ആണോ, അത് ആർക്ക് കൊടുക്കുന്നു, പിന്നെ മൂന്നാമത് അതിൻ്റെ അകത്ത് RCM അല്ലെങ്കിൽ അതർ തിങ്സ് വരുന്നുണ്ടോ. ഈ 3-4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക എല്ലാ എക്സാമിനേഷനകത്തും. അത് അങ്ങനെ വരുന്നുണ്ടോ ഇല്ലെന്നുണ്ടോ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഒരൊറ്റ മാർക്ക് പോകത്തില്ല. മാത്രമല്ല എക്സാമിനേഷനിൽ നിന്ന് വരുന്ന മാർക്ക് ഫുള്ള് നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഇതുപോലെ ചെയ്തിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒന്നാമത് എക്സാമിനേഷൻ കാണാപ്പാടം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ സമയം പോവും, ഡെസ്പാവും, ഒന്നും ഓർത്തിരിക്കാൻ പോകുന്നില്ല, ആകെ മൊത്തം കുളമാവും. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ RCMോ എക്സാമിനേഷൻ തമ്മിൽ നിങ്ങൾക്ക് മാറിപ്പോവും, അല്ലെങ്കിൽ മോണിറ്ററി ലിമിറ്റ്സ് മാറിപ്പോവും, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് കൊടുക്കും എന്നുള്ളത് മാറിപ്പോവും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ GST എക്സാമിനേഷൻ എന്ന ചാപ്റ്റർ പോലെ കയ്യിലിരിക്കും. അത്രേ ഉള്ളൂ. സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല ഇനിയുള്ള സീരീസിൽ ഓരോ എക്സംഷനും എടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് കൊണ്ട് അതൊന്ന് റിവൈസ് ചെയ്യുക. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് കാര്യം മാത്രം ഒന്ന് പറഞ്ഞു പോകുക എന്നുള്ള രീതിയിൽ ഞാൻ ആലോചിക്കുന്നുണ്ട്. മാത്രമല്ല ഇതുപോലെ തന്നെ ഉപകാരപ്രദമായ വീഡിയോകൾ ഇടാനും ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. സോ ഹാപ്പി ലേണിംഗ്. Let's study together and let's win together and be proud.